ഡിയർ ജോൺ, സുഖമെന്ന് കരുതുന്നില്ല. നിങ്ങളെ മനസ്സിലായവർക്കും മനസ്സിലാകാത്തവർക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കുമായി നരകത്തിൽ നിന്നും എഴുതുന്ന കത്ത്. എൻ്റെ സിനിമകൾ മികച്ചതോ മോശപ്പെട്ടതോ ആവാം, പക്ഷേ അവ എൻ്റേതു മാത്രമാണ്. എൻ്റേതു മാത്രം. എനിക്ക് എൻ്റേതു മാത്രമായ സ്വപ്നങ്ങളുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വപ്നങ്ങളുടേതുപോലെ നിറമുള്ളതായിരിക്കില്ല. എൻ്റെ സ്വപ്നങ്ങൾക്ക് ചാരായത്തിൻ്റെയും പുകയുടെയും രൂക്ഷഗന്ധമുണ്ടാവാം. ചിലപ്പോൾ അവയിലെ സത്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. പക്ഷെ എനിക്ക് പേടിയില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, എൻ്റെ ഭാഷയിൽ, എൻ്റെ രീതിയിൽ. എൻ്റെ യാത്രകളിൽ പലപ്പോഴും ഞാൻ പുതിയ ആളുകളെ കാണുന്നു, പരിചയപ്പെടുന്നു. ഇയാൾ അവരിൽ ഒരാളാണ്. ഇയാൾക്ക് പറയാനുള്ള ലളിതമായ സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ പാവപ്പെട്ടവനൊരു തീപ്പെട്ടി തരുമോ? എന്നെ കണ്ട് പാവപ്പെട്ടവനോ? പട്ടിണി എനിക്കൊരു പ്രശ്നമല്ല. പട്ടി എനിക്ക് പേടിയാ. എനിക്കുറങ്ങാൻ മേൽക്കുറകൾ വേണ്ട. പേടിയാ, എല്ലാവർക്കും പേടിയാ. എൻ്റെ വാക്കിനെ, എൻ്റെ പ്രവൃത്തിയെ, എൻ്റെ ചിന്തകളെ. എനിക്കാണെങ്കിൽ പേടിപ്പിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ എനിക്ക് പേടിയില്ല. അല്ലെങ്കിലും നിങ്ങൾ എന്തിനെന്നെ പേടിക്കണം? നിങ്ങൾ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ എന്നും സാധാരണക്കാരുടെ കൂടെയല്ലേ. സാധാരണക്കാരനും ഉണ്ടോ? എന്തോ സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഇത് പോരാ. മതം വേണോ? മതം സാധാരണക്കാരൻ പറ്റും. എന്താ നിങ്ങളുടെ ശുഭനാമം? കുറഞ്ഞോ? നിങ്ങളതോ? പേര് കേട്ടാ നിങ്ങൾ അറിയും. ജോൺ, ജോൺ എബ്രഹാം. എടുക്കപ്പെട്ട പേരാണല്ലോ. ഞാൻ പേര് കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുക്കുന്ന വിഖ്യാതനായ ജോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുക്കുന്ന വിഖ്യാതനായ ജോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അറിയില്ല, കേട്ടിട്ടില്ല. നിങ്ങൾ സിനിമക്കാരാണോ? അതെ, ഞാൻ സിനിമയെ പ്രണയിക്കുന്നു. ഏത് സിനിമയാണ് നിങ്ങൾ എടുത്തത്? അഗ്രഹാരത്തിൽ കഴുതേ, വിദ്യാർത്ഥികളെ ഇതിലെ, അമ്മ അറിയാൻ, സൂര്യാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ടെക്സ്റ്റിൽ പറയാൻ വഴിയില്ല. ഞാൻ കണ്ടതാണല്ലോ. വഷളൻ, സ്വയംഭോഗി. ഇവിടെ ഉദാത്തമായ സിനിമകളെ പറ്റി തനിക്ക് എന്തറിയാം? ഇവിടെ താൻ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻമിക്കാൻ കണ്ടിട്ടുണ്ടോ? ഏലിയ കസാൻ, ഋത്തിക് കട്ടക് എന്നിവരുടെ സിനിമകൾ താൻ കണ്ടിട്ടുണ്ടോ? സെക്സ് ഫിലിം കണ്ടുപോലും. പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ തവണ തെങ്ങിൻ്റെ മനയിൽ ഇറങ്ങുമ്പോൾ ഞാൻ സന്തോഷിക്കാൻ വേണ്ടി ഒരു സിനിമ കാണുന്നു. ജയിക്കാതൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനു സിനിമ എടുക്കണം? നിങ്ങൾ വെറുതെ വിലയിരുത്തുന്നു. അതാണ് മലയാളികൾ. വെറുതെ സംസാരിക്കും. ബിരിയാണി എന്നാലും എനിക്ക് വേണം. കഞ്ഞി സംബന്ധിയാണ് എനിക്കിഷ്ടം. മിസ്റ്റർ ഫൊറിഞ്ചു, താങ്കളൊരു ഫിലോസഫറാണ്.
തീർച്ചയായും താങ്കളെ ഞാൻ എൻ്റെ അടുത്ത സിനിമയിൽ നായകനാക്കിയിരിക്കുന്നു. ഡിയർ ജോൺ, ആശയങ്ങളിൽ കലഹിച്ചും പിണങ്ങിയും ഇണങ്ങിയും ചിലപ്പോൾ അഹങ്കരിച്ചും നിഷേധിയുമായും ഞാൻ നിങ്ങളോടൊത്ത് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, പുക വലിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ സിനിമയോട് മാത്രമായിരുന്നു പ്രണയം. എന്നിൽ നിന്ന് വരുന്ന ഓരോ പുകയും എൻ്റെ ചിന്തകളാണ്. അവ കാർമേഘം പോലെ ഉരുണ്ടുകൂടുന്നു. പക്ഷേ മഴ പെയ്യിപ്പിക്കുമെന്നുള്ള തോന്നലുണ്ടാക്കിക്കൊണ്ട് അവ അന്തരീക്ഷത്തിൽ അലിയുന്നു. മിച്ചമുള്ളവ എൻ്റെ ഉള്ളിൽ ലഹരിയുടെ ആനന്ദമഴ പെയ്യിക്കുന്നു. ആകാശത്തിലെ പറവകളെപ്പോലെ ഞാൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ജീവിതം ആസ്വദിക്കുക മാത്രം ചെയ്യുന്നു. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണത്തിനിരമില്ല. വികാരങ്ങളുടെ പെരുമഴ പെയ്യുന്ന ദിവസങ്ങളിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിൽ വന്നു നിറയുന്നു. മഴയത്തു കളിച്ചു തീരാത്ത കുട്ടിയെപ്പോലെ ഞാൻ വാവിട്ട് കരയുന്നു. ഇവിടെയെല്ലാം കുരുതികളാണമ്മേ, കുരുതികൾ മാത്രം. ഞാൻ അറിഞ്ഞു ജോൺ, ചിലർ എന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നതായി. അവരെന്നെപ്പോലെ താടിയും മുടിയും നീട്ടി വളർത്തി അലക്ഷ്യമായി നടക്കുന്നു, സംസാരിക്കുന്നു, ചിന്തിക്കുന്നതായി അഭിനയിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു ഇവരുടെ ഇടയിൽ. മികച്ച ചാപ്ലിൻ മത്സരത്തിൽ യഥാർത്ഥ ചാപ്ലിൻ 3ാം സ്ഥാനക്കാരനായതുപോലെ. റിബൽ എന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്നിൽ കണ്ടെത്തിയതാണ്. എൻ്റെ ആശയങ്ങൾ എൻ്റെ മാത്രം ഭാഷയിൽ പറയാനുള്ളതാണ്. I am the Hitler of my cinema. എനിക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നുമില്ല. നഗ്നത പോലും സുതാര്യമാണ്. കടൽ പോലെ പരന്നു കിടക്കുന്ന എൻ്റെ ചിന്തകൾ പറക്കാൻ ആഗ്രഹിക്കുമ്പോൾ ക്രൂശിക്കപ്പെടുന്നു. പുതിയ വ്യക്തിയും പുതിയ ആശയങ്ങളും എന്നും ക്രൂശിക്കപ്പെടുന്നു.
വിമർശകർ അവരെന്നെ ക്രൂശിലേറ്റി. നാറികൾ. അവർ ചെയ്യുന്നതെന്തെന്ന് അവർക്ക് തന്നെ അറിയില്ല. കർത്താവെ, അവരോട് ക്ഷമിക്കണം. എനിക്ക് ക്ഷമിക്കാനൊക്കത്തില്ല. വിവാഹത്തെയും മരണത്തെയും എനിക്ക് പേടിയായിരുന്നു. മരണത്തെ വിവാഹം കഴിച്ചതോടെ ആ പേടി പോയി. ഞാൻ വീണ്ടും എഴുതാം. നരകം തിരഞ്ഞെടുത്തതുകൊണ്ട് ഇവിടെ എല്ലാറ്റിനും ഫ്രീഡമുണ്ട്. നോക്കട്ടെ ഇവിടെ ഒരു ജനകീയ സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇനി എഴുതാൻ വയ്യ, ഉന്മാദം വേണം. നിർത്തുന്നു. കർത്താവിൻ്റെ സ്വന്തം കുടിയനായ പുത്രൻ ജോൺ എബ്രഹാം.